ഗൈസ്, നമുക്ക് ഇന്ന് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള 2 ഇൻഗ്രീഡിയൻസ് ഫുഡ് ഐറ്റംസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് എന്തൊക്കെയാണെന്ന് നമ്മുടെ അമ്മ പറയുന്നതായിരിക്കും. നമസ്കാരം. എനിക്ക് പനി, ഒച്ചയ്ക്ക് ഒരിച്ചിരി പ്രോബ്ലം ഉണ്ട്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചൂടുകാലമൊക്കെ അല്ലേ, മഞ്ഞ് മാറി ഇപ്പോൾ ചൂടുകാലം തുടങ്ങി. അതുകൊണ്ട് നമ്മൾ കുറേ സലാഡ് ഉണ്ടാക്കാൻ പോവാം. ഇതാണെങ്കിൽ സലാഡിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്. ആദ്യം ചെറുപയർ പരിപ്പ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചേക്കുന്നതാണ്. ഇത് കുക്കുംബർ, ഇത് മല്ലിയില, ഇത് ക്യാപ്സിക്കം, ഇത് ബീട്രൂട്ട്, ഇത് കുറച്ച് തേങ്ങ ഇങ്ങനെ പൊടിച്ച്, തേങ്ങയും ഒരു പച്ചമുളകും പിന്നെ ഒരിച്ചിരി ഇഞ്ചിയും കൂടെ ചതച്ച് വെച്ചേക്കുവാണ്. അതെല്ലാം കൂടെ മിക്സ് ചെയ്ത ആണ് ഒരു സലാഡ്. പിന്നെ നമ്മൾ ക്യാപ്സിക്കവും ബീൻസും തക്കാളിയും പച്ചമുളകും കൂടെ തേങ്ങ അരച്ചൊരു കറിയും ഉണ്ടാക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ചട്ടി അടുപ്പിൽ വെക്കാം. എല്ലാം ഷടപടേന്നാവട്ടെ. ഉച്ചയായി, വിശക്കുന്നു. പനി ആയതുകൊണ്ടാണ് ലേറ്റായത്. നമ്മളുണ്ടാക്കുമ്പോൾ എന്നിട്ട് ചട്ടി ചൂടാവട്ടെ. എങ്ങനെയുണ്ട് പുതിയ ചട്ടിയാ? എങ്ങനെയുണ്ട് പുതിയ ചട്ടിയാ? എന്നും ഒരു ചട്ടിയിൽ ഉണ്ടാക്കിയാൽ അതിനൊരു ടേസ്റ്റില്ല. അതൊരു പുതിയ ചട്ടി ഉണ്ടാക്കി, അപ്പോൾ ഒരു പുതിയ കറി ഉണ്ടാക്കണമെന്ന് ആശ തോന്നി. കറക്റ്റ്. ചട്ടി ചൂടാവട്ടെ. എണ്ണ ഒഴിച്ചോ. ഓയിൽ, ശുദ്ധമായ വെളിച്ചെണ്ണ. പരസ്യമാണോ? അതും ആകാം. അരുമെല്ലാം തരുന്നെങ്കിൽ തരട്ടെ. നമുക്ക് കാശിനൊന്നും ആർത്തിയില്ല പൊന്നേ. നമുക്കുള്ള കാശൊക്കെ കടുകിട്ടെ. കടുക് കുറച്ച് കടുകിട്ടു. കടുകിട്ട് കടുക് പൊട്ടട്ടെ. എഴുതി സ്ഥലം കുറവാണ്. കരിയാപ്പലയിട്ട് ഒന്ന് ചട്ടി ഒന്ന് കറക്കി, എന്നിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന ക്യാപ്സിക്കം, പച്ചമുളക്, ബീൻസ്, തക്കാളി എല്ലാം കൂടെ നമുക്കൊന്ന് ഇട്ട് വഴറ്റാം. ഇട്ടു നമുക്കിനി അതൊന്ന് ഇളക്കി വെക്കാം. നല്ല നാടൻ തവി, ചിരട്ടത്തവി. സാധാരണ തവിയൊന്നും അല്ലത്, ചിരട്ടത്തവി. നല്ല ഓമനക്കമുള്ള ചിരട്ടത്തവി. നാട്ടിൽ പോയപ്പം ചേട്ടൻ മേടിച്ചുകൊണ്ട് വന്നതാ. ഇന്നലെ അമ്മ ചക്കയുടെ അപ്പം ഉണ്ടാക്കി, എല്ലാം കഴിച്ച് തീർത്തിങ് ഇച്ചിരിയേ ഉള്ളൂ. നല്ലായിരുന്നു. ചക്കയുടെ അപ്പം നമ്മൾ ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ടല്ലോ മുൻപ് ഒരു വീഡിയോയിൽ ഞങ്ങൾ ഉണ്ടാക്കി. കുറച്ച് നേരം അത് അടഞ്ഞിരുന്ന് വേവട്ടെ. ഓക്കെ, അതുവരെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ തക്കാളി അങ്ങോട്ട് അരിയാം. തക്കാളി ഇട്ടില്ലായിരുന്നു. തക്കാളി അരിയട്ടെ. തക്കാളി അരി 2 തക്കാളി. ഇനി ഒരു തക്കാളിയും കൂടെ ഉണ്ട്. തക്കാളി ഇട്ട് കൊടുത്തു. അടച്ചു വെക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കണം. തക്കാളി വാടിയോ,
ക്യാപ്സിക്കം വാടിയോ ഇല്ലയോ, ഉണർന്നിരിക്കുവാണോ? ഉണർന്നിരിക്കും. അത് ഇത്രയും നേരം കൊണ്ട് നമുക്ക് സലാഡ് ശരിയാക്കാം. ഓക്കെ സലാഡ് നോക്കാം. ഓക്കെ. ആദ്യമേ നമ്മൾ ഏത് പാത്രത്തിനകത്തായിരുന്നു? ഈ പാത്രത്തിൽ. ഓക്കെ. ഈ പാത്രത്തിലോട്ട് നമുക്ക് ആദ്യമേ ഇതിടാം, കുക്കുംബർ ഇടാം. കുക്കുംബർ ഇട്ടു, ക്യാപ്സിക്കം ഇട്ടു, ഒന്ന് ചതച്ചിട്ടാലോ എല്ലാവരും. അടുത്തത് ബീട്രൂട്ട് ഇട്ടു. ക്യാരറ്റും കൂടി വേണ്ടിയായിരുന്നു. ക്യാരറ്റ് ഉണ്ടായിരുന്നു, ഞാൻ മറന്നുപോയല്ലോ. ഇപ്പം എടുത്തോണ്ട് വന്നാൽ മതി. നമുക്ക് ക്യാരറ്റും കൂടെ ആഡ് ചെയ്യാം. അമ്മ മറന്നുപോയി. എടുത്തോണ്ട് വച്ചു. അമ്മ ക്യാരറ്റ് എടുക്കാൻ പോയി. ക്യാരറ്റ് എടുത്തോണ്ട് വരട്ടെ. നീ എവിടെ കൊണ്ടുവച്ച കറുത്ത കൂട്? നോക്കാന്ന് അറിയണം. ചോദിച്ച ഉടനെ വെളിയിലോട്ട് ചാടി വരത്തില്ല. അമ്മയുടെ ഡയലോഗാ. കുനിഞ്ഞ് നോക്കാം. എത്ര ക്യാരറ്റാ എടുക്കുന്നത്? ഒരു രണ്ടര വേണ്ട, 2 മതി, അര വേണ്ട. ഇവിടെ ഇരിക്കട്ടെ, മുള്ളങ്കി അവിടെ ഇരിക്കട്ടെ, ഒന്ന് ക്ലീൻ ചെയ്യും. എൻ്റെ കറി മണം വരുന്നു. കരിയുടെ ചട്ടിയൊന്നും അല്ലല്ലോ ഇത്, വഴണ്ട് നോക്ക് കണ്ടോ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് അരപ്പിടാമോ? അതിനകത്തോട്ട് ഇതെന്തൊക്കെയാ? തേങ്ങ തുറക്ക്. തുറക്കട്ടെ. അരപ്പ് എന്തുവാന്ന് പറയാതെ കറിക്കകത്തിട്ട് കഴിഞ്ഞാൽ തേങ്ങ, മുളക് പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, കുറച്ച് ഒരു 5-6 ചുവന്നുള്ളി, ഇതെല്ലാം കൂടെ അരച്ച മിശ്രിതമാണിത്. ഇത് നമ്മൾ ഇതിനകത്തോട്ടിടാൻ പോകും. അതിനകത്തോട്ടിട്ടു. ഇതിനകത്തോട്ടിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റണം. കണ്ടോ, ആ എണ്ണ കിടന്ന് ഒന്ന് വഴകട്ടെ. ഫേവറേറ്റാണ് തക്കാളിക്കറി. തക്കാളിയും ക്യാപ്സിക്കം നല്ല ടേസ്റ്റ് അറിയാമോ? ബീൻസും കൂടി ഇങ്ങനെ ഒന്ന് വെച്ച് നോക്ക്. 1 കിലോ അരിയുടെ ചോറ് വയറ്റിൽ അപ്പോഴത്തേക്ക് അത്രയും ഗ്യാപ്പ് കിട്ടുമോ? അത്ര ടേസ്റ്റ് ആയതിന്. അതുകൊണ്ടാണ് പറയുന്നത് 1 കിലോ അരിയുടെ ചോറ്. അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം, മതിന്ന് പറയുന്നത് ഭക്ഷണത്തിന് മാത്രമാണ്. വയറ് നിറഞ്ഞാൽ മതിന്ന് പറഞ്ഞു. അതൊന്ന് വഴന്ന് വേവട്ടെ. അപ്പോഴത്തേക്ക് നമ്മൾ സലാഡിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യാം. നമ്മൾ ക്യാരറ്റ് വൃത്തിയാക്കട്ടെ. എങ്ങനെയാ വൃത്തിയാക്കുന്നതെന്ന് അറിയണ്ടേ ആൾക്കാർക്ക്? നമ്മൾ കഴുകാതാണോ ഇടുന്നതെന്ന് അറിയാനാണോ? ആദ്യമേ ക്യാരറ്റിന്റെ മുമ്പും പിമ്പും ഒന്ന് വെട്ടി വിടുക. എന്നിട്ട് പുറത്തൊന്ന് വലിക്കുക കത്തിയിട്ട്. എന്നിട്ട് കുളിപ്പിക്കുക. നല്ല വെള്ളത്തിൽ അതിനെ സ്നാനം ചെയ്യുക. ക്യാരറ്റിന് പറിക്കേണ്ട കാര്യമാണ്. മറന്നുപോയി. ഇതിങ്ങനെ ഉരച്ചെടുക്കാം.
മൊത്തം ഉരച്ച് തീരട്ടെ, എന്നിട്ട് നമുക്ക് വരാം. മിച്ചം വരുന്നത് എനിക്ക് തരും. വായത് ഞാൻ തരും. എന്താ എനിക്കില്ലേ? എനിക്ക് ഞാൻ അമ്മയുടെ നല്ല ഓര. കണ്ടോ? ഇനി നമുക്കിത് ഇതിനകത്തോട്ട് കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. ആ ജഗിന് എത്ര കപ്പ് വെള്ളം? അതിന് നമുക്ക് എത്ര ചാറ് വേണോ അത്രയും ചാറിനുള്ള വെള്ളം ചേർക്കണം. കുറുകിയാണെങ്കിൽ കുറുകി. ഇപ്പം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളമുണ്ട് കണ്ടോ. നീ നേർന്നിപ്പിക്കണമെങ്കിൽ നേർന്നിപ്പിക്കാം, കുറുക്കണമെങ്കിൽ കുറുക്കാം. ഉണ്ടോ നോക്കട്ടെ. ഇച്ചിരി ഉപ്പ് വേണം. അപ്പം നമുക്ക് ഇച്ചിരി ഉപ്പിടാം. ചോറിന് കൂട്ടാനല്ലേ, അതുകൊണ്ട് കുറച്ച് ഉപ്പ് വേണം. കണ്ടാ? ശരി, ഇനി അടച്ചു വെച്ച് അരപ്പ് തിളക്കട്ടെ. ഓക്കെ. അപ്പോഴത്തേക്ക് നമുക്ക് ക്യാരറ്റിൽ ഉരച്ചല്ലോ, സലാഡിനുള്ളത് റെഡിയാക്കാം. അപ്പം നമ്മളെ ഇട്ടു, നമ്മള് കുക്കുംബർ ഇട്ടു, ക്യാപ്സിക്കം ഇട്ടു, ബീട്രൂട്ട് ഇട്ടു. ഇനി ക്യാരറ്റ് അരച്ചിട്ട് ക്യാരറ്റ് ഇടട്ടെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ തേങ്ങയും ഇഞ്ചിയും പച്ചമുളകും കൂടെ ചതച്ചതാണ്, നമ്മൾ തോരനരയ്ക്കുന്ന പോലെ ഒന്ന് ചതച്ച്. പിന്നെ നമ്മൾ മല്ലിയില, ബീട്രൂട്ടെല്ലാം ഇടുന്നില്ല, കുറച്ച് മാറ്റി വെച്ചേക്കാം. എന്താ ഉണ്ടാക്കാൻ? അത് വേറൊരു സലാഡാണ്. പിന്നെ നമുക്ക് പരിപ്പ്, ചെറുപയർ പരിപ്പിൻ്റെ ഇതാ വറുത്ത് കുറച്ച് ചൂടാക്കിയിട്ട് അതിൻ്റെ പച്ചച്ചൊവയൊക്കെ ഒന്ന് പോകണം. പിന്നെ വെള്ളത്തിലിട്ട് കുതിർത്തതാണ്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിടാം. ഉപ്പിടട്ടെ, നോക്കാം, വേണമെങ്കിലിടാം. ഇനി കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടാം. ഒരു ചീനിച്ചട്ടി നിറച്ചുണ്ട്. ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ഇടാം. ഓരോരുത്തർ ഓരോ രീതിയിൽ ഉണ്ടാക്കും, ഞങ്ങൾ ഇങ്ങനെ ചെയ്യും. തൈരൊഴിച്ച് തിന്നുന്ന സലാഡുണ്ട്, അങ്ങനെ ചുമ്മാ റൗണ്ടിൽ പീസ് ചെയ്തിട്ട് തിന്നുന്ന സലാഡുണ്ട്, ഇങ്ങനെ മിക്സ് ചെയ്ത് ചെയ്യുന്ന സലാഡുണ്ട്. അങ്ങനെ വേണേലും തിന്നാം. പിരിയട്ടെ, ഇച്ചിരി നാരങ്ങ നീര് പിഴിയാം. പുളിയൊന്നും അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ചേ ഇട്ടുള്ളൂ. എത്ര? ഒരു മുറിയാ? 1/4 മുറി, ഇതാ ഇത്രേ ഉള്ളൂ. ഇതുണ്ട് ഇതിൻ്റെ പകുതി. എനിക്ക് പുളി അധികം ഇഷ്ടമല്ല. വേണമെങ്കിൽ ആവശ്യമുള്ളവർക്ക് ആവശ്യം പോലെ ഉപ്പും പുളി എരിയൊക്കെ ഇടാവുന്നതാണ്. ഇനി ടേസ്റ്റ് നോക്കട്ടെ. എനിക്ക് ഇച്ചിരി ഉപ്പ് വേണം, ഉപ്പിട്ടിട്ട് ഞാൻ കൈ കഴുകട്ടെ. ഓക്കെ, നിനക്കിനി ഉപ്പ് വേണമായിരിക്കും. ഞാൻ ഇരിക്കുന്നു. എരി കൂടുതലാണോ? കുരുമുളകിൻ്റെ എരി കൂടുതലാണോ? എരി പൊടിച്ചു എന്നാൽ ഈ ബീട്രൂട്ട് ഇടാം. വേണ്ട, ഇട്ടു. ചോറിന്റെ കൂടെ ഇട്ട് ഇളക്കി തിന്നുമ്പോൾ കറക്റ്റ് ആവും.
ചോറിൻ്റെ കൂടെ ആരാടി ഇളക്കുന്നത്? സലാഡ് അങ്ങനെ പിന്നെ ഞാൻ ചോറിൻ്റെ കൂടെ ഇട്ട് ഇളക്കിട്ട് നമുക്കെല്ലാം ഇളക്കല്ലേ പണി. മൊത്തം എല്ലാം കൂടി ചോറും കറിയും തോരനും അവിയലും അച്ചാറും എല്ലാം കൂടെ ഒന്നിച്ചിട്ട് ഇളക്കിയാവുന്നത്. അങ്ങനെ തിന്നുമ്പോൾ കിട്ടുന്ന ടേസ്റ്റ് അത് ഡിഫറെൻ്റാണ്, പറഞ്ഞാൽ അറിയത്തില്ല. കറി തിളച്ചു കേട്ടോ. നമ്മുടെ കറി കിടന്ന് തിളക്കുന്ന കണ്ടു കണ്ടു കണ്ടോ കണ്ടു 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 കണ്ടങ്ങിരിക്കും ജനം. ഉപ്പ് നോക്കട്ടെ. നീ ഉപ്പ് ശരിയാണ്. ഉപ്പ് ശരിയെന്നാ നോക്കാം. ഊതി തരണേ. ഒരു കഷ്ണം കൂടെ വെച്ചു. എന്താ കറക്റ്റാ, എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ്, അടിപൊളിയാ. നല്ല ടേസ്റ്റ്. ഉപ്പ് വേണോ? കറക്റ്റാ. ഇത് ഊതി തരണോ? ഊതിതാ നോക്ക് ഗൈസ്, ഊതി തരാൻ പറഞ്ഞു. അപ്പൊ ഇത് പിടിച്ച് ഞാൻ ഓഫ് ചെയ്യട്ടെ. ഓക്കെ ഗൈസ്, അപ്പൊ ഇത്രേ ഉള്ളൂ. ഇതിങ്ങനെ സലാഡും മിക്സ്ഡ് സലാഡും ക്യാപ്സിക്കം തേങ്ങ അരച്ച കറിയും. അളക്കാതെ ക്യാപ്സിക്കം തേങ്ങ വറുത്തരക്കില്ല, തേങ്ങ അരച്ച പച്ചക്കരച്ചത് പച്ചക്ക് വറുത്തരച്ചില്ല. പോ പച്ചക്കരച്ച തേങ്ങ വെച്ച തക്കാളിക്കറിയും. തക്കാളി അല്ലടി, ക്യാപ്സിക്കം. തക്കാളി ഇല്ലേ? മെയിൻ അതിനകത്ത് ക്യാപ്സിക്കം ഇല്ലേ? തക്കാളി ക്യാപ്സിക്കം കറിയും സലാഡും ഇതും കൂട്ട് ഞങ്ങൾ കഴിച്ചിട്ട് ഇന്നത്തെ ദിവസം നമുക്ക് happy ആയിരിക്കാം. എല്ലാവർക്കും സുഖം തന്നെ. ഇപ്പോഴാണോ ചോദിക്കുന്നത്? എല്ലാവർക്കും സുഖമാണ്. അപ്പം നാളെ ശിവരാത്രി. അപ്പൊ നാളെ ശിവരാത്രിയാണ്. ശിവരാത്രി ആഘോഷിച്ചിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക. അപ്പൊ ഞാൻ ഇന്ന് തന്നെ ഇത് പോസ്റ്റ് ചെയ്യും. ഇന്ന് ക്യാപ്സിക്കം കറി കണ്ടില്ല, നാളെ ഉണ്ടാക്കി ശിവരാത്രിക്ക് കഴിക്കണം. അപ്പോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു. ഇനി അടുത്ത വീഡിയോ കാണുന്നതും വരേക്കും നന്ദി, നമസ്കാരം, ടാറ്റാ, ബൈ ബൈ. ഹാപ്പി ശിവരാത്രി. ഹാപ്പി ശിവരാത്രി. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് ദ ചാനൽ. All fell down.